മസ്കത്ത് തുറമുഖത്ത് ത്രിവർണ ശോഭ. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് INS ഇംഫാൽ. ഒമാനിലെ ആദം തുംറൈത്ത് റോഡിൽ പൊടിക്കാറ്റിന് സാധ്യത. കാഴ്ചാപരിധി കുറയും. വൈവിധ്യമാർന്ന പരിപാടികളോടെ അൽ ഖുവൈർ KMCC സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മസ്കത്ത് തുറമുഖ സന്ദർശനത്തിനിടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ഇംഫാൽ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിന്റെയും സമുദ്ര സഹകരണത്തിന്റെയും ശക്തമായ ബന്ധം അടയാളപ്പെടുത്തുന്നതായിരുന്നു ആഘോഷം. INS ഇംഫാലിൽ ഇന്ത്യൻ പതാക ഉയർത്തി. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ പ്രശാന്ത് പിസെ INS ഇംഫാൽ സന്ദർശിക്കുകയും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കപ്പലിലെ ജീവനക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു. മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിലും യുദ്ധക്കപ്പലിലെ ജീവനക്കാർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ INS ഇംഫാലിന്റെ ഒമാനിലെ സാന്നിധ്യം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സമുദ്ര സഹകരണത്തിന്റെയും പ്രതിഫലനമാണെന്നും ഇന്ത്യൻ എംബസി വിശദമാക്കി. മസ്കത്ത് KMCC അൽ ഖുവൈർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയ നേതാക്കളുടെ ത്യാഗങ്ങളും പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്നതിനും കുട്ടികളിൽ ദേശീയബോധവും സർഗാത്മക കഴിവുകളും വളർത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടികൾ. കുട്ടികൾക്കായി ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രമുഖ നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ടുള്ള വേഷാവിഷ്കാരവും നടന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വേഷത്തിൽ കുട്ടികൾ അണിനിരന്നത് പരിപാടികൾക്ക് കൂടുതൽ ആകർഷകമായി. ഏകദേശം 40ഓളം കുട്ടികൾ വിവിധ പരിപാടികളിലും മത്സരങ്ങളിലും ആവേശത്തോടെ പങ്കെടുത്തു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാൻ പ്രവാസി അസോസിയേഷനും മക്ക ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഒമാനിലെ പ്രവാസി സമൂഹത്തിനും കുട്ടികൾക്കുമായി വിവിധ സാംസ്കാരിക മത്സരങ്ങളും പരിപാടികളും ഒരുക്കിയാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു. വിവിധ പ്രായ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ ഒമാനിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ഒമാനിലെ ആദം തുംറൈത്ത് റോഡിൽ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത് കാഴ്ചാപരിധി കുറയ്ക്കാൻ കാരണമായതിനാൽ ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും കാലാവസ്ഥാ വകുപ്പ് അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം.